KCV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ഇൻഫോ പാർക്ക് കൊച്ചി എന്നിവിടങ്ങളിലെ IT മേഖലയിലെ ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ജോലി ആവശ്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും താൽപ്പര്യപ്പെടുന്നു. ഒഴിവുകളെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാം. junior.net ഡെവലപ്പർ. കെൻലാൻഡ് IT സൊല്യൂഷൻസ് junior.net ഡെവലപ്പറെ അന്വേഷിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ബന്ധപ്പെട്ട മേഖലയിൽ 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, jQuery എന്നിവയിലുള്ള അറിവിനോടൊപ്പം ബൂട്ട്സ്ട്രാപ്പ് പോലുള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കുകളിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. റിലേഷണൽ ഡാറ്റാബേസ്, എൻറ്റിറ്റി ഫ്രെയിംവർക്ക്, ORM ടൂൾ എന്നിവയിലെ പരിചയത്തോടൊപ്പം ഗിറ്റ് ഉൾപ്പെടെയുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിലും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലും ധാരണയും വേണം. അസൂർ പോലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 16. ഒഡു സെർവർ അഡ്മിൻ. പ്രോംപ്റ്റ് ഗ്ലോബൽ ഒഡു സെർവർ അഡ്മിനെ തേടുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ 2 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷനിൽ പ്രാവീണ്യമുണ്ടാവണം. ഒഡു ആർക്കിടെക്ചറിനെയും പോസ്റ്റ്ഗ്രേസ് QL ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനെയും കുറിച്ചുള്ള ധാരണയും Nginx, അപ്പാഷെ, SSL അല്ലെങ്കിൽ TLS, Nginx, അപ്പാഷെ, SSL അല്ലെങ്കിൽ TLS, ഡോക്കർ, കുബേർനെറ്റസ് അല്ലെങ്കിൽ മറ്റ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ടൂളുകളിലും പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഫയർവാൾസ്, ആക്സസ് കൺട്രോൾ എന്നിവയെക്കുറിച്ച് അറിവും മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ്, ഇമെയിൽ ID തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 6. ഗ്രാഫിക് ഡിസൈനർ. റിച്ച് ഇന്നൊവേഷൻസ് ടെക്നോളജീസ് ഗ്രാഫിക് ഡിസൈനറെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും തുടക്കക്കാർക്കും അപേക്ഷിക്കാം. ഗ്രാഫിക് ഡിസൈനിലും ഇൻഫോഗ്രാഫിക് വീഡിയോ ഡിസൈനിങ്ങിലും പരിചയമുണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള അറിവിനോടൊപ്പം വീഡിയോ എഡിറ്റിംഗ് സ്കില്ലും അഭികാമ്യ യോഗ്യതയാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ ആർട്സ് സ്പെഷ്യലിസ്റ്റ്. ഹണികോഡ് ടെക്നോളജീസ് ഗൂഗിൾ ആർട്സ് സ്പെഷ്യലിസ്റ്റിനെ തേടുന്നുണ്ട്. ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ മാനേജ്മെൻറ്റിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. PPC കൺസെപ്റ്റ്സ്, കീവേഡ് ടാർഗറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള ധാരണയോടൊപ്പം ഗൂഗിൾ അനലിറ്റിക്സ്, കൺവേർഷൻ ട്രാക്കിംഗ് തുടങ്ങിയവയിൽ അറിവുണ്ടായിരിക്കണം. ഗൂഗിൾ ആഡ്സ് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. വാക്കിൻ ഇൻ്റർവ്യൂ തീയതി ഓഗസ്റ്റ് 29 രാവിലെ 11 മണി. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം, ആയതിൻ്റെ അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ജൂനിയർ ഡിസൈനേഴ്സ് UI UX. സ്മാർട്ട് HMS ആൻഡ് സൊല്യൂഷൻസ് ജൂനിയർ ഡിസൈനേഴ്സിനെ UI UX തേടുന്നുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫിഗ്മയിൽ പ്രാവീണ്യത്തോടൊപ്പം UI അല്ലെങ്കിൽ UXൽ ധാരണയുണ്ടായിരിക്കണം. HTML അല്ലെങ്കിൽ CSSനെ കുറിച്ചുള്ള പരിജ്ഞാനവും വേണം. മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 6. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ്, ഇമെയിൽ ID തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ബാക്കെൻഡ് ഡെവലപ്പർ, PHP അല്ലെങ്കിൽ ജാവ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ബാക്കെൻഡ് ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട്. 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ MCAയിൽ BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MSc യോഗ്യതയോടൊപ്പം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ 4 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. മോഡേൺ സോഫ്റ്റ്വെയർ ബിൽഡ് പൈപ്പ്ലൈൻ ടൂളുകളിലെ പരിചയത്തോടൊപ്പം CI അല്ലെങ്കിൽ CDയിൽ അറിവും ഉണ്ടായിരിക്കണം. ഫുൾ സ്റ്റാക്ക് അല്ലെങ്കിൽ ബാക്കെൻഡ് PHP അല്ലെങ്കിൽ ജാവ ഡെവലപ്മെൻറ്റിൽ പരിജ്ഞാനവും ടെസ്റ്റ് ഡ്രൈവൺ ഡെവലപ്മെൻറ്റിൽ വൈദഗ്ധ്യവും ഉണ്ടായിരിക്കണം. യൂണിറ്റ് ടെസ്റ്റ്, കോഡ് റീഫാക്റ്റിംഗ് എന്നിവയിൽ അടിസ്ഥാന അറിവും സിംഫണി അല്ലെങ്കിൽ ലാരാവൽ അല്ലെങ്കിൽ സ്പ്രിംഗ് ബൂട്ട് അല്ലെങ്കിൽ സമാനമായ ഫ്രെയിംവർക്കുകളിൽ ധാരണയും വേണം. മികച്ച ആശയവിനിമയ ശേഷിയും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം.
അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 4. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഡിവോപ്സ് എഞ്ചിനീയർ. യൂറോലിയം ടെക്നോളജീസ് ഡിവോപ്സ് എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. ഡിവോപ്സ് ഓപ്പൺ സോഴ്സ് കൾച്ചർ CI അല്ലെങ്കിൽ CD എന്നിവയിൽ 3 മുതൽ 4 വർഷത്തെയും ഡോക്കറൈസേഷനിലും കുബേർനെറ്റസിലും 2 മുതൽ 3 വർഷത്തെയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ലിനക്സ് അഡ്മിനിസ്ട്രേഷനിലും ക്ലൗഡ് ഫോർമേഷൻ, ടെറാഫോം അല്ലെങ്കിൽ അൻസിബിൾ എന്നിവയിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. MySQL, MongoDB, DynamoDB, PostgreSQL മുതലായവയിൽ ധാരണയും വേണം. AWS, അസൂറിലും Go or Bash or പൈത്തണിലുമുള്ള പരിചയത്തോടൊപ്പം ഗിറ്റ് ഉൾപ്പെടെയുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിലും പരിജ്ഞാനമുണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 16. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ജൂനിയർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ബെഡ്സ്ട്രോൺ ജൂനിയർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ തേടുന്നുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. സോഫ്റ്റ്വെയർ സർവീസ്, IT എന്നീ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഫ്ലട്ടർ ഡെവലപ്പർ. ടെക്വെയർ ലാബ് ഫ്ലട്ടർ ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട്. ഫ്ലട്ടർ ഡെവലപ്മെൻറ്റിൽ 2 മുതൽ 4 വർഷത്തെ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ള അറിവിനോടൊപ്പം ആൻഡ്രോയിഡ് നേറ്റീവ്, ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ അല്ലെങ്കിൽ iOS, സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്-C ഡെവലപ്മെൻറ്റിൽ പരിചയമുണ്ടായിരിക്കണം. ഗിറ്റ് ഉൾപ്പെടെയുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിൽ ധാരണയുണ്ടായിരിക്കണം. മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പവർ പ്ലാറ്റ്ഫോം ഡെവലപ്പർ. എക്സ്പോണൻഷ്യൽ ഡിജിറ്റൽ സൊല്യൂഷൻസ് പവർ പ്ലാറ്റ്ഫോം ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ 2 മുതൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജാവാസ്ക്രിപ്റ്റ്, ഒബ്ജക്റ്റ് നൊട്ടേഷൻ, ഓപ്പൺ ഡാറ്റ പ്രോട്ടോകോൾ, മൈക്രോസോഫ്റ്റ് ഗ്രാഫ് എന്നിവയിലെ പരിചയത്തോടൊപ്പം മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വീഡിയോഗ്രാഫർ. വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോഗ്രാഫറെ തേടുന്നുണ്ട്. 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അഡോബ് പ്രീമിയർ പ്രോ, ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് പോലുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. കളർ ഗ്രേഡിങ്ങിലെ അറിവും മികച്ച മാനേജ്മെൻറ്റ് സ്കില്ലും ഉള്ളവർക്കാണ് അവസരം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. AI ഡെവലപ്പർ. പേൾസോഫ്റ്റ് ടെക്നോളജീസ് AI ഡെവലപ്പറെ തേടുന്നുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ 4 മുതൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നിവയിലുള്ള വൈദഗ്ധ്യത്തോടൊപ്പം ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ഏജന്റ് വർക്ക് ഫ്ലോ മുതലായവയിൽ പ്രായോഗിക പരിചയവും ഫാസ്റ്റ് API, ഡിജാങ്കോ, ഡോക്കർ, കുബേർനെറ്റസ് തുടങ്ങിയ മോഡൽ സെർവിംഗ് ടൂളുകളിൽ അറിവും ഉണ്ടായിരിക്കണം. SQL, NoSQL ഡാറ്റാബേസുകളിൽ പ്രാവീണ്യവും വെക്റ്റർ ഡാറ്റാബേസുകളിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ക്ലൗഡ് സർവീസുകളിൽ പരിചയമുണ്ടായിരിക്കണം. മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 23. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനർ. എക്സ്പീഡ് സോഫ്റ്റ്വെയർ ഗ്രാഫിക് ഡിസൈനറെ അന്വേഷിക്കുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ 2 മുതൽ 4 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. മാർക്കറ്റിംഗ് ഡിസൈൻ പ്രോജക്റ്റുകളിൽ പ്രവർത്തിച്ച പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഇലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, ഫിഗ്മ ഉൾപ്പെടെയുള്ള ഡിസൈൻ ടൂളുകളിൽ വൈദഗ്ധ്യത്തോടൊപ്പം ലേഔട്ട്, ടൈപ്പോഗ്രഫി, കളർ തിയറിയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. മോഷൻ ഗ്രാഫിക്സ് അല്ലെങ്കിൽ അനിമേഷനിൽ പരിചയവും വേണം. മികച്ച ആശയവിനിമയ ശേഷിയുമുള്ളവർക്കാണ് അവസരം ലഭിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. IT ടെക്നിക്കൽ ലീഡ്. യൂണിലോ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ID ടെക്നിക്കൽ ലീഡിനെ തേടുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ബിരുദവും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 3 മുതൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡെവലപ്മെൻറ്റ് ടീമുകളെ ലീഡ് ചെയ്യുന്നതിലുള്ള പരിചയത്തോടൊപ്പം പൈത്തൺ, പ്രോഗ്രാമിംഗ് ഫ്രെയിം വർക്കുകൾ, ഡാറ്റാബേസ് സിസ്റ്റങ്ങൾ എന്നിവയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം.
LML കൺസെപ്റ്റിലും ആപ്ലിക്കേഷനിലും പരിജ്ഞാനമുണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഗാൽടെക് ടെക്നോളജീസ് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറെ തേടുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 2 മുതൽ 4 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. PHP, പൈത്തൺ, Node.js എന്നിവയിൽ പ്രാവീണ്യത്തോടൊപ്പം വേർഡ് പ്രസ്സിൽ അറിവുമുണ്ടായിരിക്കണം. ഗിറ്റ് ഉൾപ്പെടെയുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിൽ പരിജ്ഞാനമുണ്ടായിരിക്കണം. മികച്ച ആശയവിനിമയ ശേഷിയും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 30. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ്, ഇമെയിൽ ID എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.